തരാല കുറച്ച് പൊടി മീൻ കിട്ടിണ്ട് വഞ്ഞൂടെ അടുപ്പിച്ചോ. മെഷീൻ വെച്ച വഞ്ചിയല്ലേ പുഴ കിടന്ന് മീൻ വാരുന്ന്. നിങ്ങൾ ഈ തോട്ടി കിടന്ന് വീശിയ പൊടി മീൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ രാജേട്ടാ? അതൊന്നല്ല മോളെ, നമുക്ക് കിട്ടാളെ നമുക്ക് തന്നെ കിട്ടും. നോക്കട്ടെ, നല്ലോണം നോക്കിയാ മോളെ. നല്ല കഴമ്പുള്ളതൊക്കെ ഉണ്ടല്ലോ. എന്തായാലും കണക്കാക്കിത്താ എടുത്ത മോളെ. ഞാൻ പോക്കോട്ടെ മോളെ. സുഞ്ചേട്ടൻ പൊക്കോ, ഞാൻ ഇതിലാണ് നടന്ന് നോക്കോളാം. ശരി കേട്ടോ. നമ്മുടെ രാകേഷന് ഇന്നലെ വേലാണാൻ പോയിട്ട് വെളുപ്പിന് വന്ന് കിടക്കണ ആൾക്കാണ്. അത് ശരി. മോനെ രാകേഷ്, എണീക്കടാ. വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങിക്കൂടെ? എന്തിനും ഇവിടെ ഉപ്പുമാറ്റം കൊണ്ട് കിടക്കണ്? എവിടെ പോയത് കാലത്ത് തന്നെ? നിങ്ങൾക്കൊക്കെ എന്താ സുഖം? പണിക്ക് പോയാലും എന്ത് പോയില്ലെങ്കിൽ എന്ത്, നമ്മളെ കാര്യം അങ്ങനെയൊക്കെയാണ്. കാലത്ത് തന്നെ ഇറങ്ങണം, കുടുംബത്തെ കാര്യങ്ങൾ ഇറക്കണെങ്കിൽ. ഇതിനൊരു ചൂടില്ല രാജേട്ടാ. കൊണ്ടത്തപ്പോ നല്ല ചൂടുണ്ടാന്ന്. സാറ് പേരൊക്കെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ ചൂടായിക്കൊണ്ട് തന്നെയായിരുന്നു. അല്ല വലിച്ച് വീടൊക്കെ പൊടിച്ചില്ലേ? ഞാൻ അവിടെ വെച്ചുണ്ടാക്കി തിന്നോ? വീടൊക്കെ പൊളിച്ചിടാൻ ചേട്ടാ. ഇനി പറഞ്ഞ ഉണ്ടാക്കണവരെ മുറ്റത്തൊരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അവിടെയാണ് വെപ്പും കൂടിയൊക്കെ. പിന്നെ കിടക്കാൻ അമ്മരെടുത്തേക്കോ? നന്നായി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ കുറച്ച് പച്ചരിപ്പുണ്ട്, ഉപ്പുമുളകുണ്ട്, കത്തിക്കാൻ വിറകുണ്ട്, പാത്രങ്ങളുണ്ട്. ഇപ്പൊ ഇതേ മീനും പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ചോറും കറി ഇവിടെ വെച്ചാലോ? ഇവിടെ വെക്കാനാ? അത് വേണോ രാജേട്ടാ? സംഗതി പൊട്ടനാലും അവൻ പറഞ്ഞാല് കാര്യമുണ്ട്. അമ്മ വീട്ടിൽ വരില്ലേ, അതിനെത്ര ഉഷാറ്. ഇനിയിപ്പോ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ ഒറ്റോട്ടത്തിന് ഞാൻ പോയി വിളിച്ചിട്ടില്ല. ഈ ആദ്യം പോയി പല്ല് വെച്ച് കുളിക്കടാ. ഇവിടക്ക് വേണ്ട സാധനം ഞാൻ വെച്ചിട്ട് കൊടുത്തോളാം. ആയിക്കോട്ടെ, ഞാൻ പോയി കുളിക്കാം. മോളെ നന്നാക്കി വെച്ചേ. അതെ, എപ്പോഴും കടയിൽ പോയിട്ട് വരാം. മോള് സ്കൂളിൽ പോയില്ലേ? അതെ. എന്താ തിരക്ക് വേലക്ക്? സൂചി കുത്താൻ സാരില്ല. ഞാൻ കണ്ട് മാമനെ മോനെ തൊട്ടി ഊഞ്ഞാലേ കിടന്നാടുന്നത്. ഞങ്ങളെ കണ്ടുന്നാ? കണ്ട് കണ്ട്. ചെക്കനാണെങ്കിൽ അധികം കരച്ചിലോട് കരച്ചില്. എന്റെ പൊന്നു പിടിച്ചേ, ആ സാധനത്തിൽ കയറിയിട്ടേ മുകളിലേക്കാണ് പോയിട്ട് താഴേക്ക് ഒരു ഏറുണ്ട്. എന്റെ ഉള്ള ജീവൻ പോയി. കുറച്ച് ധൈര്യമൊക്കെ വേണ്ട രാജേഷേ. വേണ്ട, അതിൽ കയറിയിട്ടുള്ള ധൈര്യം എനിക്ക് വേണ്ട.
ആ അവിടെ ഉണ്ടാ നീ നന്നാക്കണോ സഞ്ചിയുടെ സാധനം കൂടെ വെക്കണ്ട കേട്ടാ ഞാനേ രണ്ടായിട്ടുണ്ട് പൊക്കിട്ട് വരാം കേട്ടാ വെള്ളം കൊണ്ടുവരാം. ഒരുത്തനവിടെ എത്തിക്കണ്ടപ്പോ നീ അവിടെ പോയി അങ്ങനെ തന്നെ അല്ലെങ്കിലും എന്താണ് മോളെ വേണോ ഞാൻ മുങ്ങില്ല കേട്ടോ
അവൻ വന്നില്ല. ഇല്ല. അവൻ എന്തായാലും നോക്കൊണ്ട് പോയത്. ഞാൻ പോയി നോക്കിട്ട് വരാം. ഇല മുറിക്കാൻ പോയ ആളേ പന്തളി കണ്ടിക്കണ്. വെറുതെ അല്ല അമ്മ ഇവനെ വീട്ടിൽ കയറ്റാത്ത. ഇരിക്കട്ടെ മോളമ്മ.
നന്നായിട്ടുണ്ട്. എരി കുറച്ച് കൂടിയാ? ഏയ് പാകത്തിനുള്ളൂ. രാകേഷ് നിനക്ക് ഇഷ്ടമായടാ? ഒന്നും പറയാനോ, നന്നായിട്ടുണ്ട്. അല്ല